നമ്മുടെ എം.എൻ. കാരശ്ശേരി മാഷ് ഇന്ന് വളരെ ഗൗരവമായ ഒരു കണ്ടുപിടുത്തവുമായി രംഗത്ത് വന്നു. സംഗതി എന്താണെന്നറിയൂ? അത് വേറൊന്നുമല്ല, കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലി. അത് അദ്ദേഹത്തിന് ഒട്ടും സഹിച്ചില്ല. അങ്ങനെ ആരെങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞു പോയാൽ അല്ലെങ്കിൽ ഒരു വാചകം ചൊല്ലിപ്പോയാൽ അത് വളരെ കടുത്ത അപരാധവും നിഷേധവുമാണെന്നാണ് കാരശ്ശേരി മാഷിൻ്റെ അഭിപ്രായം. എൻ്റെ കാരശ്ശേരി മാഷിനെ പോലെയുള്ള ആളുകൾ ഈ പൊട്ടക്കുളത്തിലെ തവളയാകാതെ അതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് ഉയർന്നു വരണം. അതിനേക്കാൾ കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ കാണണം. ലോകത്ത് പല ഭാഷകളുണ്ട്. ആ ഭാഷകളിൽ ഒരു ആഗോള ഭാഷയായി പരിഗണിക്കപ്പെടുന്നതാണ് ഇംഗ്ലീഷ്. ഉപയോഗിക്കുന്നതിൻ്റെ സൗകര്യം കൊണ്ടും അതിൻ്റെ നിലവാരം കൊണ്ടും അതോടൊപ്പം തന്നെ അതുകൊണ്ടുള്ള തൊഴിൽ സാധ്യത കൊണ്ടും ഒക്കെ അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ എം.എൻ. കാരശ്ശേരി മാഷിന് കുറച്ച് മലയാളം പഠിച്ചപ്പോൾ ഇവിടം കൊണ്ടൊരു ജീവിതമൊക്കെ കിട്ടി, ഒരു ജോലിയൊക്കെ കിട്ടി, സന്തോഷമായി ഇങ്ങനെ വിമർശനമൊക്കെ പറഞ്ഞ് പെൻഷനുമൊക്കെ വാങ്ങിച്ച് സുഖമായി ജീവിച്ചു പോകാം എന്നുള്ളതുകൊണ്ട് ഒരു കാരശ്ശേരി മാഷിനെ ആ സ്പേസ് ഉള്ളൂ. ഒരുപാട് മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ അവർ വ്യത്യസ്തമായ ഭാഷ പഠിക്കണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പഠിക്കണം. ഇത് നേരം വെളുക്കുമ്പോൾ ഒരു സാഹിത്യകാരനാണ്, ഒരു മതവിമർശകനാണ്, ഒരു വലിയ ചിന്തകനാണ് എന്ന് കരുതി ഈ പറയുന്നത് പോലെ നമുക്കിഷ്ടപ്പെടാത്തതുപോലെയും നമുക്ക് താല്പര്യമില്ലാത്തതുപോലെയും എല്ലാം അങ്ങ് വിളമ്പി തീർക്കുന്ന നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കേട്ട് വേണം. ഉത്തരയിൽ കല്ല് കടിച്ചു എന്ന് പറയുന്ന മാതിരി നമ്മുടെ പുതിയ ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ വളരെ അനുചിതമായ ഒരു കാര്യം ചെയ്തു എന്ന് പറയാനാണ് ഞാനിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വന്നത്. അതിലൂ നമ്മൾ മലയാളികളാണ്. കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ ഒരു MLA ആയിട്ടോ മന്ത്രിയായിട്ടോ സത്യവാചകം ചൊല്ലുമ്പോൾ അത് വേറെ ഭാഷയിലാക്കുന്നതിനാ. അതുകൊണ്ട് രണ്ടുപേരങ്ങനെ ചൊല്ലിയെന്ന് വിചാരിച്ച് എന്താ മാഷേ കുഴപ്പം? അവരുടെ മേശപ്പുറത്ത് എഴുതി വച്ചേക്കുന്ന ബോർഡ് MLA എന്നാ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന അവരുടെ പേരിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത്. അതിനെന്തോ പരിഹാരം? അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോംപ്ലക്സ് എന്നാണ് എഴുതിയേക്കുന്നത്. അവർക്ക് കത്തുകൾ വരുന്നത് അങ്ങനെയാണ്, ആളുകൾ എഴുതുന്നത് അങ്ങനെയാണ്. ഈ പറയുന്ന കാരശ്ശേരി മാഷിൻ്റെ കൊച്ചുമക്കളും അതുപോലുള്ള മക്കളുടെയൊക്കെ കാലത്ത് മലയാളം അവർ സംസാരിക്കുന്നുണ്ട്, അവർ മിണ്ടുന്നുണ്ടാവും, പറയുന്നുണ്ടാവും. പക്ഷേ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് വലിയ അപരാധമാണ്. മലയാളികളായ ചിലർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തു പോയതുകൊണ്ട് എന്തോ സംഭവിച്ചു പോയി എന്ന തരത്തിലൊക്കെ വിളമ്പുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കുറേ പാവങ്ങളായ ആളുകൾ ഇതിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. നല്ല കാലത്ത് 2, 3, 4 നല്ല ഭാഷ പഠിച്ച് അത് പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രയോഗിച്ച് അറപ്പില്ലാതെ പറയാൻ ശീലിച്ചാൽ ഇപ്പം നാട്ടിലിരുന്ന് കൊതിയും നുണയും പറയാനും അപ്പുറത്തെ മതിലിൻ്റെ അടുത്തിരുന്ന് പറയാനും നേരം വെളുക്കുമ്പോൾ ഒരു മൈക്കെടുത്ത് വെച്ച് നല്ല പെൻഷനുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇതുപോലെ കീച്ചാനും പിന്നെ വിശ്വസിക്കുന്ന മതത്തെ തെറി പറയാനും അല്ലെങ്കിൽ അതിനെ ആക്ഷേപിക്കാനും വലിയ ബുദ്ധിജീവിയാവാനും ഒക്കെ ഈ പറയുന്ന സംഗതിയൊക്കെ മതി. പക്ഷേ ജീവിക്കാൻ ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മനുഷ്യരോട് ഇടപെടാൻ, മനുഷ്യരോട് സംസാരിക്കാൻ, വ്യത്യസ്ത ആളുകളോട് ഇടപെടാൻ ഈ പറയുന്ന സംഗതി പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല മാഷേ. അതുകൊണ്ട് മലയാളത്തിൽ സംസാരിച്ചു പോയത് വലിയൊരു അപരാധമാണ്. ആ വീഡിയോയുടെ പിന്നെ പറയുന്നുണ്ട്, കെ മുരളീധരൻ സംസാരിച്ചു, അതുപോലെ പിന്നെ രമേശ് ചെന്നിത്തല സംസാരിച്ചു, പിന്നെ അതുപോലെ തന്നെ ഞാൻ കേട്ടു MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നമ്മുടെ ആരാണ് ഷിബു ബേബി ജോൺ സാറ് പറയുന്നത് കേട്ടു. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ഈ ഫ്ലുവൻസി, കൺവീനിയൻസ്, അക്ഷരം തെറ്റിച്ച് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കാരശ്ശേരി മാഷേ, ഇത്രയും നാൾ മാഷുമാരും അതുപോലെ കാരശ്ശേരി മാഷും എല്ലാം മലയാളം മളുബിളുബിളുബിളുബിളാന്ന് പഠിപ്പിച്ചിട്ട് ഈ സത്യപ്രതിജ്ഞ മലയാളത്തിൽ ചെയ്ത MLA മാരിൽ നല്ലൊരു ശതമാനം പേരും നിർവ്യാജ്യം എന്നുള്ളതിന് നിർവ്യാജ്യം, നിർവാജ്യം, നിർവൂജ്യം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതൊന്ന് ശരിയാക്കിയെടുക്കാൻ മാഷിന് പറ്റിയോ? അത് പറ്റിയില്ല. എന്നിട്ട് വലിയ ഗമയിലിരുന്ന് പറയുകയാണ് അവരെല്ലാവരും ഇംഗ്ലീഷിൽ പറഞ്ഞത് വലിയ കല്ലുകടിയായിപ്പോയി. മലയാളത്തിൽ കേക്ക് കടിക്കുന്നത് പോലെയും പാല് കുടിക്കുന്നത് പോലെയും ഇതും പഠിച്ചുകൊണ്ടിരുന്നാൽ എവിടെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ മലയാള മാഷിൻ്റെ ജോലി കിട്ടുമെന്നല്ലാതെ
ഈ ലോകത്ത് വേറെങ്ങും പോയി ജീവിക്കാനോ വളരാനോ പ്രതികരിക്കാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള ആളുകളുടെ ആവേശം കേട്ട് ബാക്കി ഭാഷയെല്ലാം വലിയ അലർജിയാണ്, ഇംഗ്ലീഷ് ഭാഷയും അതുപോലത്തെ ഭാഷയും ഒക്കെ വളരെ മോശമാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്നാൽ ചൊറിയും കുത്തിയിരിക്കാനേ പറ്റൂ. അതുകൊണ്ട് നല്ല ലാംഗ്വേജ് പഠിക്കണം, ഫ്ലുവൻസി ഉണ്ടാക്കണം, കിട്ടുന്ന വേദികളിലൊക്കെ പറയാനൊക്കുന്നതൊക്കെ പറയണം. ബാക്കിയുള്ള കൊതിയും ചുണയും ചീത്തയും ഒക്കെ അല്ലാതെ നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിൽ ഇംഗ്ലീഷോ സ്പാനിഷോ അറബിക്കോ ഒക്കെ സംസാരിച്ച് പഠിക്കണം. കാരശ്ശേരി മാഷൊക്കെ ജീവിതത്തിൽ മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞ് പഠിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ശീലം പണ്ട് മുതലേ ഉള്ളു. എല്ലാത്തിലും ചൊറിയാനാണ് പുള്ളിക്കിഷ്ടം. അങ്ങനെ ചൊറിയുന്ന വേറൊരു സംഭാവനകളും സമൂഹത്തിന് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ഒരു 10 പേർക്ക് പോലും എന്തെങ്കിലും തരത്തിലുള്ള ജോലി കിട്ടുന്ന തൊഴിൽ സ്ഥാപനങ്ങളോ വരുമാനം ഉണ്ടാക്കുന്നതോ ഒന്നും ഉണ്ടാക്കാതെ ഈ കുറുവടി ന്യായമൊക്കെ പറഞ്ഞ് ജീവിച്ചങ്ങ് പോയവരാ. അതുകൊണ്ട് അത്രയും കാര്യമേ അതിന് കൽപ്പിച്ചാൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം.